നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ഒരു കട തുടങ്ങി. ഇനി കണ്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാശുണ്ടാക്കുന്നത്. എന്റെ ഗസീറ്റാറാം, ഞങ്ങള് പെയിന്റ് കട തുടങ്ങി, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പെയിന്റിംഗ് പണിയൊന്നും അറിയില്ലല്ലോ. അതിനെന്തിനാ വിഷമിക്കുന്നത്? പെയിന്റ് ചെയ്യുന്ന ജോലി എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ചിങ്കൻ സാർ, റിബൺ മുറിച്ചോളൂ. ഈ ചടങ്ങിൽ എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് എന്റെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വരൂ, നാളികേരം പൊട്ടിച്ച് നമുക്ക് പുതിയ ജോലിയിലേക്ക് കടക്കാം. സോറി സർ, തുമ്മല് വന്നു പോയതാ. ഹേ മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഒരു തവണ മാത്രം തുമ്മുന്നത് അത്ര ശുഭലക്ഷണമല്ല. രണ്ടാമതും കൂടി അങ്ങ് തുമ്മിക്കോ. ഒരാളെ തുമ്മിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. നീ എന്താ നാളികേരം പൊളിക്കാൻ നോക്കുകയാണോ അതോ എന്റെ തല പൊളിക്കാൻ നോക്കുകയാണോ? അതൊന്നും കാര്യാക്കണ്ട സാറേ. എങ്ങനെയാ എന്താ, നാളികേരം പൊളിഞ്ഞല്ലോ, അതുപോലെ. ശരി, എല്ലാരും മധുരപലഹാരങ്ങൾ കഴിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞാൻ ഇപ്പൊ പോന്നു. ഇവിടെ നിന്നാ എനിക്ക് അപകടമാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങ് പൊയ്ക്കോട്ടെ. കുറെ നാളുകൾക്ക് ശേഷം ഒരു രോഗി ഇന്ന് വരുന്നേ. നമ്മുടെ കടയുടെ തുടക്കം തന്നെ മോശമായി പോയി. ചിങ്കം സാറിന്റെ തലയിലല്ലേ തേങ്ങ പോയി വീണത്? വീഴുന്ന തേങ്ങയ്ക്ക് അറിയില്ലല്ലോ അത് ചിങ്കത്തിന്റെ തലയാണെന്ന്. അതെ, ഒരു കാര്യമുണ്ട്. പഴയ റോട്ടിലെ സീബ്ര ക്രോസിംഗ് ഒന്ന് വരയ്ക്കാറുണ്ട്. അതിനെന്താ ചെയ്യാലോ, പക്ഷെ വൈകുന്നേരത്തേക്ക് അകം തീരണം. 2 മണിക്കൂറിൽ ചെയ്തു തരാന്നേ. പിന്നെ പൈസയുടെ കാര്യം മുനിസിപ്പൽ കമ്മീഷണറായിട്ട് സംസാരിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കണ പൈസ കിട്ടും, പക്ഷെ ജോലി കറക്റ്റ് ആയിരിക്കണം. ഞാൻ വൈകിട്ട് വന്ന് കണ്ടോളാം കേട്ടോ. ശരി. എന്റെ വീടൊന്ന് പെയിന്റ് ചെയ്യണമായിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ പണി തീർക്കണം. ചോദിക്കുന്ന കാശ് തന്നേക്കാം. പക്ഷെ ഞങ്ങള് വേറൊരു ജോലി. അതിനെന്താ, ഞങ്ങൾ ഇപ്പൊ തന്നെ വേറൊരു വർക്ക് വേണ്ടാന്ന് വെച്ചതായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ മാന്യന്മാരുടെ വർക്കാണ് ആവശ്യമായി. വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പെയിന്റിംഗ് തീർത്തിരിക്കും. ഇതാണ് വീടിന്റെ അഡ്രസ്. ഇത് താക്കോലും പിന്നെ കുറച്ച് അഡ്വാൻസും വെച്ചോ. ഞാൻ വൈകുന്നേരം വന്ന് കണ്ടോളാം. വീട് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കണേ. പുതിയതുപോലെ ഉണ്ടാവണം. കണ്ടില്ലേ, ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പേ പൈസ വന്ന് വീഴുന്നത്. പൈസ വന്ന വഴിയൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ എങ്ങനെ ഒരു ദിവസം 2 സ്ഥലത്തെ ജോലി തീർക്കും? എന്റെ മോട്ടോ, നീ അതാദ്യം പറ. നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. പെയിന്റിംഗ് ജോലിയിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോയി സീബ്ര ക്രോസിംഗിന്റെ പണി തുടങ്ങാന്നേ. നിങ്ങൾ രണ്ടാളും സീബ്ര ക്രോസിംഗ് പെയിന്റ് ചെയ്തോളൂ. ഞാൻ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നേക്കാം. നമ്മുടെ ബിസിനസ് ആദ്യം തന്നെ വളരെ ഹിറ്റായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് പോയി സമൂസ കഴിക്കാം. ഇത് വളരെ എളുപ്പമുള്ള പണിയാ. വരൂ, നമുക്ക് തുടങ്ങാം. ഈ ഡയറക്ഷൻ ശരിയല്ല. ഇത് തന്നെയാണ് ശരി. ഇത്രയും നല്ല പെയിന്റിംഗ് ആർക്കും ചെയ്യാൻ പറ്റില്ല. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ജോലി കഴിഞ്ഞോ? പിന്നെന്താ, ഇതാ നോക്കൂ.
നിങ്ങൾ രണ്ടാൾക്ക് സീബ്ര ക്രോസിംഗ് എന്താന്ന് വല്ല നിശ്ചയമുണ്ടോ? ദാ ഇവിടെ നോക്കൂ, ഇതാണ് സീബ്ര ക്രോസിംഗ് എന്ന് പറയണത്. ഇതില് സീബ്രയുടെ വയറ് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ലല്ലോ. അത് മുഴുവനായിട്ട് വരയ്ക്കേ. ഇങ്ങതാ കഴിഞ്ഞു, എല്ലാം വൃത്തിയായി. ഇതിനെയാണ് പറയുന്നത് സീബ്ര ക്രോസിംഗ് എന്ന്. പകുതി മതിയെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു. സീബ്രയുടെ തലയും വാലും ഒന്നും വേണ്ട, വെറും വയറ് മതി എന്നുള്ള കാര്യം. ശരി, എന്നാ വേഗം പേയ്മെന്റ് എടുത്തോളൂ. ഞങ്ങൾ മുഴുവൻ പണിയും എടുത്തിട്ടുണ്ട്, പകുതി അല്ല, ഡബിൾ പേയ്മെന്റ് വേണം ഞങ്ങൾക്ക്. ഇന്ന് വൈകുന്നേരത്തിനകം റോഡിന്റെ ഇൻസ്പെക്ഷൻ നടക്കാനുള്ളതാ. എന്റെ ജോലിയും പോയി കിട്ടി. നിങ്ങൾക്ക് പേയ്മെന്റ് അല്ലേ വേണ്ടത്? ഇന്നാ പിടിച്ചോ, ഞാൻ ഡബിൾ പേയ്മെന്റ് തന്നേക്കാം. വീടില്ലേ നിങ്ങൾ രണ്ടാളെയും? നിങ്ങൾ കാരണം എന്റെ ജോലിയാ പോയത്. നിങ്ങളെ ഞാൻ തെരഞ്ഞു വന്ന് നോക്കി അടിക്കും. ഇത്തവണ നമുക്ക് ഒരു പ്രശ്നവും സംഭവിക്കരുത്. നമുക്ക് 3 പേർക്കും ജോലി ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ചുവരുകൾ പെയിന്റ് അടിക്കാം. എന്താ? ഓക്കേ. ശരി. കൊള്ളാം, സൂപ്പർ പെയിന്റിംഗ് തന്നെ. എന്റെ കഷ്ടകാലി കാലിതിനുള്ളിൽ കുടുങ്ങി പോയല്ലോ. ഇത് വലിച്ചൂരി എടുക്കാനും പറ്റുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. ഇതെന്തത്? മോട്ടു പത്ലു, എന്നെ രക്ഷിക്കരേ. ഇതൊന്ന് പിടിക്ക്, ഒന്ന് നിക്ക്. എനിക്കൊന്നും കാണുന്നില്ലേ, എന്റെ കണ്ണട എവിടെ? എന്റെ അമ്മോ, പൊളിച്ചെടുത്തല്ലോ. എന്തിനാ വീണ്ടും എന്നെ ഇങ്ങനെ തല്ലുന്നത്? എടാ പത്ലു, നീ ഇങ്ങനെ ഇളകി കളിക്കാതെ ആദ്യം ഒരു സ്ഥലത്ത് നിക്ക്. ആദ്യം ഏണി വലിച്ചു ഊര്. എടാ, നിനക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? എന്തിനാ എനിക്കിട്ട് ഇങ്ങനെ തരുന്നേ? ഇതപ്പ തലീന്ന് ഊരാനും പറ്റുന്നില്ലല്ലോ. എന്റെ തലയുടെ മീതും ഇത് കുറെ നേരം ഇരിക്കുന്നു. അതിന്റെ വീടാന്ന് അതിന്റെ വിചാരം. കണ്ണ് കണ്ടുകൊണ്ടാ നിനക്കൊന്നും. ഇതെന്റെ വയറാണ്, അല്ലാതെ പൂന്തോട്ടമല്ല നിങ്ങൾക്ക് ഇങ്ങനെ കേറി കളിക്കാൻ. എടാ പത്ലു, നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നിരിക്കുവാണോ? യോ എടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താ കൂട്ടുകാരെ സങ്കടത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ? ഞങ്ങൾ എടുത്ത പണിയെല്ലാം കുഴപ്പത്തിലായി. ഞങ്ങൾക്കാണ് ഒട്ടും സമയമില്ല, പെയിന്റ് അടിക്കാനും ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. വീട് പെയിന്റടിക്കുന്ന കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാനേ. പക്ഷെ അതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാരും അനുസരിക്കണം. എന്ത് വേണേ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാ. പക്ഷെ ആദ്യം ഈ പെയിന്റ് അടി തീർക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ പൈസ കിട്ടൂല. പൊളിച്ചു. എന്നാ തുടങ്ങിക്കോണോ? വേഗം. അങ്ങനെയെല്ലാം തീർന്നു, കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പടക്കം വാങ്ങിക്കൊണ്ട് വന്നത്? ഞാൻ ഈ പടക്കത്തിന് പെയിന്റഡ് ബോക്സിന്റെ ഇടയ്ക്ക് വെച്ച് പൊട്ടിക്കും. ആ സമയത്ത് ഇത് മുഴുവനും തെറിച്ച് ചുമര് മുഴുവൻ പെയിന്റ് ആവും. പിന്നെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത് കൊണ്ട് ഫർണിച്ചറിന് ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ.
ഓ എന്തൊരു തലയാണ്. നിങ്ങളുടെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോഴാണൊന്ന് ഉപയോഗപ്പെട്ടത്. പക്ഷേ ഇനി നീ പക്ഷേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുറത്ത് നിൽക്കാം. വീടിന്റെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞോ? എല്ലാ പണിയും തീർന്നു. താങ്ക് യു. നിങ്ങൾ ഭയങ്കര വെടുക്കന്മാരാണല്ലോ. വരൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങളുടെ പെയിന്റ് അടി. നശിപ്പിച്ചല്ലോ. എന്റെ വീട് കാണുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ എല്ലാ പണിയും കഴിഞ്ഞതെന്ന്. പെയിന്റ് അടിച്ചപ്പോ വീട് പോയി, പക്ഷെ പെയിന്റിംഗ് ഉഷാറായില്ലേ? ആ, ഞാൻ നിങ്ങളെ ഒറ്റൊരെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല. ഓടിക്കോ, 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 ഈ 4 പേരും കൂടിയാ. വരൂ. ഓടിക്കോ പത്തില് ഓടിക്കോ. ഇവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ പണി തീരും. ഓടി രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടാം. ഓടിക്കോ.